അന്താരാഷ്ട്ര രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രതികാരം എന്നത് കേവലം വൈകാരികമായ ഒരു വാക്കല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന്റെയും പരമാധികാരത്തിന്റെയും ഭാഗമായി കൃത്യസമയത്ത് നടപ്പാക്കേണ്ട ഒരു കടമയാണെന്ന് ഇറാൻ പലതവണ തെളിയിച്ചിട്ടുണ്ട്. ശത്രു എത്ര വലിയ വൻ ശക്തിയായാലും കൃത്യമായ ആസൂത്രണത്തോടെയും കടുത്ത ശാന്തതയോടെയും അതിലേറെ ലക്ഷ്യബോധത്തോടെയും തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷി ലോകത്തെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വൻ ശക്തികളുടെ കളിത്തട്ടിൽ പരമ്പരാഗത കളിനിയമങ്ങളെ പാടെ മാറ്റിമറിക്കാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് അഥവാ IRGC തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. തങ്ങളുടെ നാവികസേനയ്ക്കും കപ്പലുകൾക്കും നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ നീക്കങ്ങൾക്ക് മറുപടിയായി ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ കളഞ്ഞെറിഞ്ഞപ്പോൾ അത് ആഗോളതലത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. സാമ്രാജ്യത്തിന്റെ അഹങ്കാരവുമായി പശ്ചിമേഷ്യയിൽ ആധിപത്യമുറപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ തകർന്നടിയുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഇതിലൂടെ സംജാതമായി. അമേരിക്കയുടെ പ്രവൃത്തിയുടെയും അവരുടെ നാവിന്റെയും ഗുണം കൊണ്ട് ഇറാന്റെ മിസൈലുകൾ നേരെ ചെന്നുകയറി തകർത്തെറിഞ്ഞത് കേവലം 5ഓ 10ഓ കേന്ദ്രങ്ങളല്ല, അതിനുത്തരം 50ഓ 60ഓ ഒന്നുമല്ല, മറിച്ച് ലോക പോലീസിന്റെ കൃത്യം 85 സൈനിക താവളങ്ങളാണ്. തങ്ങളുടെ നാവിക കരുത്തുകൊണ്ട് ഇറാന്റെ മിസൈലുകളെ തളയ്ക്കാനാവുമെന്ന അമേരിക്കയുടെ പറച്ചിലുകൾ വെറും വാചക കസർത്തുകൾ മാത്രമായിരുന്നെന്ന് ഈ കനത്ത പ്രഹരം തെളിയിക്കുന്നു. സാമ്രാജ്യത്തിന്റെ അഹങ്കാരവുമായി ഇറാനെ തൊടാൻ വന്നവർക്ക് സ്വന്തം താവളങ്ങൾ ഒന്നൊന്നായി തകർന്നടിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെ വെറുമൊരു ആക്രമണമായോ തിരിച്ചടിയായോ മാത്രം കണ്ട് തള്ളിക്കളിയാൻ അമേരിക്കക്ക് കഴിയില്ല. ഇതൊരു സാമ്പിൾ മാത്രമാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ ഇനി തങ്ങളുടെ ആധിപത്യം നടക്കില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഈ 85 താവളങ്ങളുടെ തകർച്ചയിലൂടെ ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിച്ച വൻ ശക്തികളെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ യഥാർത്ഥ പ്രതിരോധ ശേഷി പുറത്തെടുക്കുമ്പോൾ ആഗോള ഊർജ്ജ വിപണിയും ലോകരാഷ്ട്രങ്ങളും ഒരുപോലെ പകച്ചു നിൽക്കുകയാണ്. ഇത് വെറും ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും തിരുത്തിയെഴുതാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ തുടക്കമാണ്. ഈ സംഭവങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ശ്രദ്ധേയമാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖമേനിയുടെ വധവും തുടർന്ന് നടന്ന ശവസംസ്കാര ചടങ്ങുകളും ഇറാനിയൻ സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചുവെന്നാണ് IRGC പറയുന്നത്. ടെഹ്റാനിലും ഖോമിലും തുടർന്ന് ഇറാഖിലെ നജാബ്, കർബല തുടങ്ങിയ വിശുദ്ധ നഗരങ്ങളിലുമായി നടന്ന വിടവാങ്ങൽ ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുവെന്നാണ് ഇറാന്റെ അവകാശവാദം. ഈ ജനപങ്കാളിത്തവും അതിന്റെ ആഗോള രാഷ്ട്രീയ പ്രതിഫലനവും മറച്ചുവെക്കാനാണ് അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് IRGCയുടെ നിലപാട്. അമേരിക്കൻ നടപടികൾ രാഷ്ട്രീയമായും തന്ത്രപരമായും പരാജയപ്പെട്ടുവെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. ജനങ്ങളുടെ വികാരങ്ങളെ തകർക്കാനും ദേശീയ ഐക്യം ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങൾ തിരിച്ചടിയായെന്നും മറിച്ച് രാജ്യത്തിനകത്തെ പ്രതിരോധ മനോഭാവം കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നാണ് ഇറാനിയൻ വാദം. ദേശീയാഭിമാനത്തിന്റെയും മതപരമായ വികാരങ്ങളുടെയും പ്രതീകമായി മാറിയ നേതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ലോക ശ്രദ്ധ നേടിയതോടെ അമേരിക്കക്ക് രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടുവെന്നും അവർ പറയുന്നുണ്ട്. ഇതിനിടെ IRGC നാവികസേനാ മേധാവി നടത്തിയ പ്രസ്താവനകളും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ പ്രതികാരം അവസാനിപ്പിച്ചിട്ടില്ലെന്നും അതിന്റെ തുടർച്ചയായ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിലെ ഓരോ പുതിയ സ്ഫോടനവും ലോക സമ്പദ് വ്യവസ്ഥയുടെയും അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനത്തിന്റെയും നാടികളെയാണ് സ്പർശിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും തുറന്ന സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണോ അതോ നയതന്ത്ര ഇടപെടലുകൾക്ക് ഇപ്പോഴും അവസരമുണ്ടോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.